ഹിമാചൽ പ്രദേശിൽ നടന്ന ദേശീയ മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ കേരളത്തിനായി സ്വർണം നേടി കോട്ടയത്ത് നിന്നുള്ള സോളമൻ ക്രിസ്റ്റി ദമ്പതികൾ. കളത്തുപടിയിൽ പ്രവർത്തിക്കുന്ന സോളമൻ ജിമ്മിന്റെ ഉടമസ്ഥരും പരിശീലകരുമാണ് ഇരുവരും. മാധ്യമപ്രവർത്തന ജോലി വിട്ടാണ് സോളമൻ ജിം ആരംഭിക്കുന്നത്. പൂർണ്ണ പിന്തുണയുമായി ക്രിസ്റ്റിയും ഒപ്പമുണ്ടായിരുന്നു. അസാധ്യമെന്നത് ഒരു വാക്ക് മാത്രമാണ്. സ്വപ്നം കാണാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കത് യാഥാർത്ഥ്യമാക്കുവാനും കഴിയും. സോളമൻസ് ജിമ്മിലേക്ക് സ്വാഗതം ചെയ്യുന്ന വാചകം. 3 വർഷം മുമ്പാണ് ജോലി വിട്ട് സോളമൻ ജിം ആരംഭിക്കുന്നത്. എൻ്റെ 13ാമത്തെ വയസ്സിൽ ഞാൻ എക്സസൈസും ജിമ്മും തുടങ്ങിയതാണ്. കോട്ടയത്ത് നെഹ്റുശ്ശേരിയിലുള്ള കോട്ടയം ജിംനേഷ്യത്തിൽ എൻ്റെ ഫാദർ എൻ്റെ വളരെ ചെറുപ്പത്തിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ എന്നെ ഗുസ്തി പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കുകയും ആ വർഷം തൊട്ട് അതിനുശേഷം 7 വർഷത്തോളം സ്റ്റേറ്റ് ഗുസ്തി ചാമ്പ്യനായിരുന്നു. അതിനുശേഷം ജോലി വരുന്നു. ജോലിയൊക്കെ ഇരിക്കുന്ന സമയത്താണ് പിന്നീട് വീണ്ടും ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെ തിരിച്ചറിയുകയും വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ദിവസവും വ്യായാമം തുടങ്ങിയതോടെ മത്സരരംഗത്ത് ഒരു കൈ നോക്കാമെന്നായി സോളമൻ. കഴിഞ്ഞ 3 വർഷക്കാലയളവിൽ ദേശീയ സംസ്ഥാന മത്സരങ്ങളിൽ നിരവധി മെഡലുകൾ സ്വന്തമാക്കി. ഒടുവിലായി ഹിമാചൽ പ്രദേശിൽ നടന്ന ദേശീയ മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം. ഇത്തവണ സോളമൻ ഒറ്റയ്ക്കായിരുന്നില്ല. വനിതാ വിഭാഗത്തിൽ ഭാര്യ ക്രിസ്റ്റിയും കേരളത്തെ പ്രതിനിധീകരിച്ചു. തന്റെ ആദ്യ ദേശീയ ചാമ്പ്യൻഷിപ്പ് സ്വർണ്ണ നേട്ടത്തോടെ ആഘോഷമാക്കി ക്രിസ്റ്റി. അങ്ങനെ കോട്ടയത്തിന്റെ സുവർണ ദമ്പതികളായി ഈ പവർഫുൾ കപ്പിൾസ്. എൻ്റെ നാഷണൽ ഫസ്റ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. സ്റ്റേറ്റ് 2 പ്രാവശ്യം പോയിട്ടുണ്ട്. സ്റ്റേറ്റ് ചാമ്പ്യനായിട്ടുണ്ട്. നാഷണൽ ആദ്യമായിട്ടായിരുന്നു. ഞാൻ ശരിക്കും 3 വർഷം ആയി. നമ്മളിവിടെ ജിമ്മ് തുടങ്ങിയിട്ട് 3 വർഷമായി. 12 മുതൽ ഞാനും കൂടെയുണ്ട്. പക്ഷേ ഈ മത്സര രംഗത്തേക്ക് വന്നത് ആയിട്ട് 1 വർഷമേ ആയുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾ കൂടുതൽ വ്യായാമം ചെയ്യുക, ബോഡി ഫിറ്റാക്കി എടുക്കുക, നമ്മുടെ ശരീരത്തെ നമ്മൾ സ്നേഹിക്കുക. രാവിലെ 5 മുതൽ 10 വരെയും വൈകിട്ട് 4 മുതൽ 9 വരെയുമാണ് ജിം. ജിമ്മിൽ എത്തുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഇരുവരുടെയും പരിശീലനം. വരാനിരിക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പും സ്പെയിനിൽ നടക്കുന്ന ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പുമാണ് ഇരുവരുടെയും അടുത്ത ലക്ഷ്യം. വലിയ മത്സരങ്ങളാണ് ഈ ദമ്പതികളെ കാത്തിരിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ. അപ്പോഴും അവർ ഉറപ്പിച്ചു പറയുന്നു, ആരോഗ്യം സർവ്വധനാൽ സമ്പന്നം. ജോബിൻ തേക്കടിക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട് തത്സമയം. വിഷ്ണു, ഈ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത് എന്തിനും ഏതിനും നമ്മുടെ ഒപ്പം കട്ടക്ക് നിൽക്കാൻ പറ്റിയ ഒരാളായിരിക്കണം. ഇവിടെ സോളമനും ക്രിസ്റ്റിയും നല്ല ബെസ്റ്റ് കോംബോയാണ്. ഒരു ജോലി ഉപേക്ഷിച്ച് മറ്റൊന്നിൻ്റെ പുറകെ പോവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ തുടക്കത്തിലെ ഒരു ഘട്ടം കുറച്ച് കഷ്ടപ്പാടുള്ളതാണ്. പക്ഷെ അവിടെ ധൈര്യം പകരാൻ നമ്മളുടെ ഒപ്പം ഒരാളുണ്ടെങ്കിൽ പിന്നെ ഒന്നിനെയും പേടിക്കേണ്ട, ധൈര്യസമേതം നമുക്ക് മുൻപോട്ട് തന്നെ പോകാം. എന്തായാലും സോളമനും ക്രിസ്റ്റിയും നല്ല പവർഫുൾ കപ്പിൾസാണ്. അപ്പോൾ പറയൂ, സോളമൻ്റെയും ക്രിസ്റ്റിയുടെയും ഒപ്പം അവരുടെ ജിമ്മിൻ്റെയും വിശേഷങ്ങൾ. ഞങ്ങളിന്ന് രാവിലെയാണ് ഒരു വാർത്തയ്ക്കായിട്ട് അവിടെ ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ചേട്ടൻ ഏറ്റവും സന്തോഷവാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി അത്രയും ഒരു റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അവിടെ രാവിലെ തന്നെ ആയതുകൊണ്ട് ധാരാളം ആളുകൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനൊക്കെ വന്നിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് എല്ലാം ഇടപെട്ട് അവരുടെയൊക്കെ ഒരു ആശാൻ എന്ന ഒരു തലത്തിലല്ല, പകരം ഒരു ചേട്ടനെ പോലെ അത്തരത്തിൽ ആണ് അവിടെ അദ്ദേഹം ആ ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു ജിമ്മ് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറയുണ്ടായിരുന്നു, ആദ്യം കുഞ്ഞിലേ തൊട്ട് ഇത്തരത്തിൽ ഗുസ്തിയും അതുപോലെ തന്നെ ബോഡി ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ജോലി തിരക്കും മറ്റും വന്നപ്പോൾ അതിലൊരു ചെറിയ ആ ഒരു ഫീൽഡിൽ നിന്ന് വിട്ടുപോയിരുന്നു. അതിനുശേഷം ആ ജോലിയുടെ അവസാന കാലത്തായപ്പോഴും വീണ്ടും തിരുവനന്തപുരത്ത് വെച്ചിട്ട് തിരുവനന്തപുരത്ത് ഒരു മാധ്യമ സ്ഥാപനത്തിലായിരുന്നു ജോലി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ തിരക്കൾക്കിടയിൽ നിന്നും ഈ സമയം കണ്ടെത്തി വീണ്ടും ബോഡി ബിൽഡിങ് കാര്യങ്ങളൊക്കെ നടത്തി ഒരു മിസ്റ്റർ ട്രിവാൻഡ്രം ഒക്കെ ആയി. അപ്പോൾ വീണ്ടും ഒന്നുകൂടി ആവേശം വന്നു. അങ്ങനെയാണ് ഈ ജോലി വിടാം, വീണ്ടും മുഴുവൻ സമയം ഇത്തരത്തിലൊരു ജിമ്മ് തുടങ്ങി അതിൻ്റെ തരത്തിലോട്ട് മാറാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഒരു 3 വർഷമായിട്ടേ ഉള്ളൂ ഇപ്പോൾ കോട്ടയത്ത് ആ ഒരു ജിമ്മ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളൂ. ആ 3 വർഷ കാലയളവിൽ തന്നെ ഈ വർക്കൗട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള മത്സരങ്ങളിലെല്ലാം പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അതിലെല്ലാം
ഭേദപ്പെട്ട അല്ലെങ്കിൽ നല്ല പ്രകടനം തന്നെ കാഴ്ചവെച്ച് നിരവധി മെഡലുകൾ കേരളത്തിനായിട്ടും രാജ്യത്തിനായിട്ടും ഒക്കെ നേടിയിട്ട് ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ തവണത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു മത്സരരംഗത്തോട്ട് കടന്നു വന്നു. ഈ ജിമ്മ് തുടങ്ങിയതിന് ശേഷമാണ് അവരും ഇത്തരത്തിലൊരു ബോഡി അതിനൊരു ശ്രദ്ധ കൊടുക്കുകയും അതൊന്ന് ബോഡി ശരീരത്തെ നമ്മൾ സ്നേഹിക്കാൻ ആരംഭിച്ചത്. അപ്പോൾ അതിനുശേഷം അവരുടെ ആദ്യത്തെ ദേശീയ ഗെയിംസ് ആയിരുന്നു. ദേശീയ ഗെയിംസിലെ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ അവർക്കും ഒരു സ്വർണ്ണ മെഡൽ, ആദ്യ ദേശീയ ഗെയിംസിൽ തന്നെ അവർക്കും ഒരു സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കാൻ സാധിച്ചു. ഇനിയിപ്പോൾ അവർക്ക് വരുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള മത്സരങ്ങളാണ്, അതുപോലെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം പോകുമ്പോഴും അവർ ഏറ്റവും സന്തോഷത്തോടെയുള്ള ജോലിയാണ് അവർ രണ്ടുപേരും ചെയ്യുന്നത്. രാവിലെ ഏകദേശം 5 മണി തൊട്ടുള്ള ഒരു സമയം തുടങ്ങി കഴിഞ്ഞ് ഉച്ചയോളം, പിന്നെ ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് രാത്രി വരെയും അവർ ജിമ്മിൽ തന്നെയാണ് പൂർണ്ണ സമയം അവിടെ ചെലവഴിക്കുന്നത്. അതിൽ അവർ എത്രത്തോളം സന്തോഷം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ആ സന്തോഷത്തിൽ അവർ പൂർണ്ണ തൃപ്തരാണ്. അത് തന്നെയാണ് വീണ്ടും മത്സരങ്ങൾക്കൊക്കെ പോകാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഈ ഒരു മത്സരത്തിന് പോകുമ്പോൾ അതെന്ന് പറഞ്ഞ ഒരു ബൂസ്റ്റാണ്. നമ്മൾ ശരീരത്തെ സ്നേഹിക്കുന്നു, അതിനൊപ്പം കിട്ടുന്ന ഒരു ബോണസ് പോലെയാണ് ഇത്തരത്തിൽ മത്സരങ്ങളെയൊക്കെ അദ്ദേഹം കാണുന്നതെന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന തലമുറയോടാണെങ്കിലും എല്ലാവരും ശരീരത്തെ സ്നേഹിക്കണം. ശരീരത്തെ സ്വയം സ്നേഹിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മറ്റുള്ള ആ ശരീരത്തെ നമ്മൾ കൂടുതലായിട്ട് അതിന് കെയർ കൊടുക്കാൻ തുടങ്ങും. അതോടുകൂടി നമ്മുടെ തന്നെ എന്തായാലും ആരോഗ്യം നോക്കുക, അതോടൊപ്പം തന്നെ തൃപ്തിയില്ലാതെ ഒരു ജോലി ചെയ്യാതെ ഇഷ്ടത്തോടെ ജോലി ചെയ്യുക. അപ്പൊ എന്തായാലും സോളമനും ക്രിസ്റ്റിയും എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ.